അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് ആ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ വന്നതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് നേരം ഒരിടത്ത് നിർത്തി മോൾക്ക് പാലൊക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ പാൽ കൊടുത്തിട്ടൊക്കെ ഇരുന്നപ്പോഴാണ് കുഞ്ഞൻ പറഞ്ഞത് നമുക്കങ്ങ് വീട്ടിലോട്ട് പോയാലോ, വീട്ടിൽ പോയിട്ട് അതുവഴി അങ്ങ് നമുക്ക് കൊല്ലത്ത് പോകാമെന്ന്. പിന്നെ ഇങ്ങനെ ആലോചിച്ചാൽ ശരി എന്നാൽ വീട്ടിൽ പോയിട്ട് വരാം, അമ്മച്ചനെ കണ്ടിട്ട് കുറേ ദിവസം ആയല്ലോ, മോളെ കാണണമെന്ന് ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയ വഴിക്ക് ഇതാ മമ്മീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയെ കണ്ട് പിന്നെ അവിടെ കുറേ ചേച്ചിമാരൊക്കെ വന്ന് മമ്മിയോട് ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ വന്ന് മോളെ കണ്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ കിളി കൂട് വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. മുട്ടയിടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പം രണ്ടാമത്തെ വട്ടമാണ് വന്ന് പിന്നെയും കൂട് വെക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് 2 മിഠായി തന്നു കേട്ടോ അപ്പുറത്തെ മാമി. അങ്ങനെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചതിന് ശേഷം പിന്നെ അമ്മ അപ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നമ്മളോട് ചെല്ലുന്ന കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മി വന്നപ്പോഴത്തേക്ക് മമ്മി ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ പെട്ടെന്ന് പിന്നെ ചിക്കൻ കറിയും ഫ്രൈയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. എനിക്ക് റെസ്റ്റ് ആയിരുന്നു. ഇന്നലെ ഒരു പോളെ കണ്ട് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും പോകണമെന്ന് കരുതിയാൽ എനിക്കന്ന് ഉറക്കം വരുത്തിയില്ല കേട്ടോ. ആ ഒരു സ്വഭാവം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ ഇത്തിരി നേരം കിടന്ന് ഉറങ്ങിയപ്പോൾ ഒരു ആശ്വാസം തോന്നി. പിന്നെ വൈകുന്നേരം അമ്മ പിന്നെ ചായയൊക്കെ ഇട്ട് തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, ഒരു പപ്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് നോക്കിയൊക്കെ നിൽക്കുകയായിരുന്നു. കുറേ ചെടികൾ വീട്ടിൽ നേരത്തെ ഉണ്ട് കേട്ടോ. ഇപ്പം കുറച്ചൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു, ചൂടൊക്കെ അല്ലായിരുന്നു കാലാവസ്ഥ, അതുകൊണ്ട് പിന്നെ കുറേയൊക്കെ പോയി. എന്തായാലും കുറേയൊക്കെ ഉണ്ട്. എന്നാലും ചെടിയൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മച്ചമ്മയ്ക്കാണെങ്കിൽ ഞങ്ങളെ വിടണമെന്ന് ഒരു താല്പര്യവും ഇല്ല. ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കുകയാണ്, ഇനി നിങ്ങൾ എന്നാ വരുന്നതെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആൾക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെയൊക്കെ. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ പിന്നെ എല്ലാവർക്കും ടാറ്റയും ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി